ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ന്യൂനമർദ്ദ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഭൂമധ്യരേഖയ്ക്ക് സമീപമുള്ള ഇന്ത്യൻ മഹാസമുദ്രത്തിനും അതിനു മുകളിലായി ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്ന സാഹചര്യമാണ്. നാളെയോടെ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കുവാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. സുലേഖ ശശികുമാർ ചേരുകയാണ്. സുലേഖ, ഈ ഒരു മഴക്കാലം വീണ്ടും രൂക്ഷമാകുന്നു എന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇപ്പോൾ കനത്ത ഒരു മഴ തോർന്ന് ആ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ കടന്നിട്ടേ ഉള്ളൂ. ഇപ്പോൾ വീണ്ടും ന്യൂനമർദ്ദ സാധ്യതയാണ് കാലാവസ്ഥാ വകുപ്പിൽ നിന്നും അറിയുവാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് അവിടെ നിന്ന് ലഭിക്കുന്ന മുന്നറിയിപ്പുകൾ? സിന്ധൂരി, കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് പ്രകാരം ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ന്യൂനമർദ്ദ സാധ്യതയുണ്ടെന്നതാണ് കാലാവസ്ഥാ വകുപ്പിൽ നിന്ന് നിലവിൽ ലഭിക്കുന്ന മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. ഭൂമധ്യരേഖയ്ക്ക് സമീപമുള്ള ഇന്ത്യൻ മഹാസമുദ്രത്തിനും അതിന് മുകളിലായി ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നുണ്ട്. ഈ ചക്രവാത ചുഴി നാളെയോടെ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാനുള്ള ഒരു സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. ഈ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചതിനു ശേഷം ഡിസംബർ 12ഓടുകൂടി ശ്രീലങ്ക തമിഴ്നാട് തീരത്തിന് സമീപം എത്തിച്ചേരാൻ സാധ്യതയുണ്ടെന്നുകൂടി ഇത്തരത്തിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കേരളത്തിലും ഈ ശ്രീലങ്ക തമിഴ്നാടിന് സമീപം എത്തിച്ചേരാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ കേരളത്തിലും 11-ന് അതിനൊപ്പം തന്നെ 12 ഈ രണ്ട് തീയതികളിലും മഴ വീണ്ടും വർദ്ധിക്കാനുള്ള ഒരു സാധ്യത കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇന്നെന്തായാലും നിലവിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ കാലാവസ്ഥാ മുന്നറിയിപ്പ് പ്രകാരം നിലവിൽ ഇന്ന് ഒരു ജില്ലകളിലും മഴ മുന്നറിയിപ്പ് ഇല്ല എന്നുള്ളത് തന്നെയാണ്. മത്സ്യത്തൊഴിലാളികൾക്കും പ്രത്യേകിച്ച് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല. സിന്ധൂരി, വ്യക്തമാണ്. സുലേഖ ശശികുമാറാണ് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ നൽകിയത്. വീണ്ടും ഒരു ന്യൂനമർദ്ദ സാധ്യതയാണ്. എന്നാൽ നിലവിൽ മുന്നറിയിപ്പുകളോ ആശങ്കകളോ നിലവിലില്ല. വരും ദിവസങ്ങളിൽ ഈ ഒരു ന്യൂനമർദ്ദത്തിന്റെ തുടർ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. തിരുവനന്തപുരത്തു നിന്നും സുലേഖ ശശികുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്.